നമസ്കാരം. ഇന്നത്തെ വിഷയം വിമർശനം, ആരോപണം, ദുരാരോപണം. വിമർശനം നമുക്കറിയാം, ഒരാളെ വിമർശിക്കാം. അതിന് കാര്യമാത്ര പ്രസക്തമായി ചില കാര്യകാരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിമർശിക്കുക. മാന്യമായ വിമർശനങ്ങൾ ഉണ്ടാകും. അത് സ്വീകരിക്കുന്നവരുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. എന്നാലും പൊതുവെ വിമർശനങ്ങൾ സ്വീകരിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. വിമർശനങ്ങൾ നല്ലതാണ്. വിമർശനങ്ങൾ നമ്മളെ തിരുത്താനുള്ള ഒരു വഴിയും കൂടിയാണ്. വിമർശനങ്ങൾ എപ്പോഴും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മാത്രമേ വിമർശിക്കാറുള്ളൂ. പിന്നെ ആരോപണം അടിസ്ഥാനരഹിതവും അല്ലാത്തതുകൊണ്ട് വെറുതെയുള്ള ആരോപണം, ഏതിനും ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരുണ്ട്. ആരോപണം. പിന്നെ അത് കഴിഞ്ഞ് ദുരാരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹീനമായ ഒരു നടപടിയാണ്. ദുരാരോപണം എന്നാൽ ശുദ്ധ കള്ളം പറഞ്ഞ് ഒരാളെ പൊതുസമൂഹത്തെ അപമാനിക്കത്തക്ക തരത്തിൽ ഉള്ള ആരോപണങ്ങൾ. ഇതെല്ലാം സ്വീകരിക്കുന്നവരുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. ദുരാരോപണം പറയുന്നവരുടെ ഉദ്ദേശ്യം ഒരാളെ പൊതുസമൂഹത്ത് മോശക്കാരനാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ദുരാരോപണത്തിന് ഒരു രസമുണ്ട്. അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നത്. ഒരാൾ നമ്മളെപ്പറ്റി ദുരാരോപണം പറയുമ്പോൾ നമ്മൾ അതിന് പ്രതികരിക്കുന്ന രീതി ആണ് അതെങ്ങനെ ജനം സ്വീകരിക്കുന്നു, നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളത്. ദുരാരോപണം പറയുന്നവരുടെ വായടയ്ക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആ ആരോപണം സ്വീകരിക്കുക. ശരിയാണ്, ഞങ്ങൾ പറയും പ്ലീഡിങ് ഗിൽറ്റി. ഒരുത്തൻ പറയാം അവൻ പെണ്ണുപിടിയാണെന്ന് പറയും, ശരിയാണ്, ഞാൻ പെണ്ണുപിടിയാണ്. വേറെത്തൻ പറയാം അവൻ ആഭാസനാണ്, പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ശരിയാണ്, ഞാൻ ആഭാസനാണ്. ഒരുത്തൻ പറയാം അവൻ ഭയങ്കര കള്ളുപിടിയാണ്, ഇന്നടത്ത് കള്ളുപിടി, ശരിയാണ്, ഞാൻ കള്ളുപിടിയാണ്. അങ്ങനെ ഈ ദുരാരോപണം പറയുന്നവരുടെ വായടയ്ക്കാൻ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക, അല്ല മിണ്ടാതിരിക്കുക. പല രാഷ്ട്രീയക്കാരെയും കണ്ടില്ലേ, അവർക്കെതിരെ പല കിംവദന്തികളും ദുരാരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അവർക്കെതിരെ പിന്നെ പല ലൈംഗിക ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? മിണ്ടാതിരിക്കും. അവരവരുടെ വഴിയേ പോകും. എന്നെ സംബന്ധിച്ചോളം ദുരാരോപണങ്ങൾ വന്നാൽ ഞാൻ അത് വളരെ ഹൃദ്യമായിട്ടെടുക്കും. ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് രീതിയായിട്ട് നമ്മൾ എടുക്കണം. കാരണം ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല എങ്കിൽ നമ്മളെ ആർക്കും ഒന്നും തകർക്കാൻ പറ്റത്തില്ല. ആരെന്ത് പറയട്ടെ, ശരിയാണ്, പറയുന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ മിണ്ടാതിരിക്കും, നമ്മൾ നമ്മുടെ കാര്യം നോക്കും. അതാണ് എൻ്റെ രീതി. അപ്പോൾ നമുക്കത് ഏറ്റെങ്കിൽ മാത്രമേ, നമുക്കത് കൊണ്ടെങ്കിൽ മാത്രമേ കൊള്ളിക്കുന്നവന് സുഖം വരൂ. കൊള്ളിക്കുന്നവന് ഒരിക്കലും സുഖം വരരുത്, നമുക്ക് കൊള്ളരുത്, മനസ്സാൽ പോലും കൊള്ളരുത്. എന്നാൽ നമ്മൾ അടിസ്ഥാനപരമായി ആരോപണങ്ങൾക്ക് പ്രതിരോധിക്കത്തക്ക കാര്യങ്ങളും ചെയ്യണം. ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. എന്നാൽ പരസ്യമായി നമ്മളെ ഒരാളെ അപമാനിക്കുക, അത് വിഷമിക്കുക. പല ആൾക്കാരും വളരെ വിഷമിച്ച് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇങ്ങനെ ഇതൊക്കെയുണ്ട്, വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നെ വിളിച്ചു. അതാണ് ഈ വീഡിയോ ഇടാൻ കാരണം. അയാളെപ്പറ്റി ഫേസ്ബുക്കിൽ ഒരുത്തൻ പോസ്റ്റ് ഇടുക, അങ്ങനെയാണ്, അവൻ കള്ളനാണ്, തെണ്ടിയാണെന്ന്. ഞാൻ പറഞ്ഞു, അടി എഴുതുന്നു, ഞാൻ കള്ളനാണ്, തെണ്ടിയാണ്, നീയും കള്ളനാണ്, തെണ്ടിയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇടുക. അതൊരു ഹാസ്യമായി കണക്കാക്കുക. നമ്മൾ ഇതിനകത്തൊന്നും വീഴരുത്. വീണാൽ ആൾക്കാർ ചിരിക്കും, ആൾക്കാർക്ക് അതിനൊരു രസമുണ്ടാകും. ഇപ്പം എന്നെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആൾക്കാർ അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണെന്നും ഞാൻ എന്തുവാണെന്നും എങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയാം. ആൾക്കാർ അതും ഒരു ആഘോഷമാക്കും, രസമായിട്ട് പോകും. കാരണം ഞാനിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, എനിക്ക് മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നം വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കി പെരുമാറിയാൽ നമുക്ക് പല മാനസിക പ്രശ്നങ്ങളും ഇല്ലാതാകും. നമ്മുടെ രാഷ്ട്രീയക്കാരെ മാത്രം നമ്മൾ കാണുക. അവർ ദിവസം എത്ര പ്രശ്നങ്ങളാണ്. അഴിമതി ആരോപണം, ലൈംഗിക ആരോപണം, സ്വജനപക്ഷപാത ആരോപണം, അങ്ങനെ എത്ര വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തു. അവർക്കാർക്കെങ്കിലും ഒരു വിഷമമുണ്ടോ, ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടോ, അവർ വിഷമിച്ചിരിക്കുന്നതായിട്ട് കണ്ടുണ്ടോ? അവർ പടയാളികളാണ്. അവരിതൊക്കെ രസമായിട്ടും വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലും എടുക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് രാഷ്ട്രീയക്കാർക്കാണ്. അവർ എന്തുകൊണ്ട് ആയുസ് ഉണ്ടാകുന്നത്? അവരുടെ ജീവിതശൈലി അതുകൊണ്ടാണ്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടി അവരെപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അവർ നിസ്സാര കാര്യത്തിനൊന്നും ടെൻസിലാവത്തില്ല. അങ്ങനെയായാൽ രാഷ്ട്രീയം അവർക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവരെ നമ്മൾ കണ്ടുപിടിക്കുക, പല രാഷ്ട്രീയ നേതാക്കളെയും നമ്മൾ കണ്ടുപിടിക്കുക. അതുകൊണ്ട് വിമർശനം, ആരോപണം, ദുരാരോപണം, ഈ കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായി വീഴരുത്. അത് സ്പിരിറ്റോട് കൂടി എടുക്കുക, സന്തോഷമായി ജീവിക്കുക. ഞങ്ങൾ
ഇപ്പോൾ കൊടൈക്കനാലിലേക്ക് പോവുകയാണ്. ഞാനും എൻ്റെ ഒരു സഹോദരനുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പോകുന്നത്. ഇന്നലെ പളനിയിൽ തൊഴുതു. എൻ്റെ സുഹൃത്താണ് മനു എന്നാണ് പറയുക. ഇവൻ്റെ പേര് മനു എസ് വള്ളിക്കോട്. ഞാൻ മനു KJ വാഴമുട്ടം. ഞങ്ങൾ 8 മുതൽ 10 വരെ 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചു. ഇവന് അവിടുത്തെ വലിയൊരു രാഷ്ട്രീയ നേതാവാണ്. CPM ഒരു പ്രവർത്തകരാണ്, മെമ്പറാണ്. നന്ദി, നമസ്കാരം.